ഈന്തപ്പഴം കഴിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി. ഉത്തരം വൈകുന്നേരം. ഈന്തപ്പഴം ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ കഴിവുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഊർജത്തിൻ്റെയും ഫൈബേഴ്സിൻ്റെയും വൈറ്റമിൻസിൻ്റെയും കലവറയാണ്. അതുകൊണ്ട് തന്നെ ഈന്തപ്പഴത്തിന് ഒരു നേരത്തെ ഭക്ഷണമാവാനുള്ള കഴിവുണ്ട്. നഖങ്ങൾ പൊട്ടിപ്പോകുന്നത് ഏതിൻ്റെ കുറവ് മൂലമാണ്? കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സോഡിയം. ഉത്തരം കാൽസ്യം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എത്ര മണിക്കൂർ മുന്നേ വെള്ളം കുടിക്കുന്നതാണ് ഉത്തമം? ഓപ്ഷൻസ്: 1 മണിക്കൂർ, 2 മണിക്കൂർ, അരമണിക്കൂർ, 3 മണിക്കൂർ. ഉത്തരം 2 മണിക്കൂർ. ശരീരം തണുക്കാൻ സഹായിക്കുന്ന പച്ചക്കറി: ചേന, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്. ഉത്തരം വെള്ളരിക്ക. വെള്ളരിക്കയിൽ ധാരാളം ജലാംശവും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നു. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന മധുരം: ജിലേബി, ഡാർക്ക് ചോക്ലേറ്റ്, ലഡു, ഐസ്ക്രീം. ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ്. കാലിഫോർണിയയിൽ നടന്ന പഠനത്തിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നവരുടെ സ്റ്റെം സെൽ പ്രൊഡക്ഷൻ ഇരട്ടിക്കുന്നതായി കണ്ടെത്തി. ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലാവനോയിഡ്സ്, തിയോബ്രാമിൻ, പോളിഫിനോൾ തുടങ്ങിയവ സ്റ്റെം സെൽ പ്രൊഡക്ഷൻ കൂട്ടുകയും ഏജിംഗ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പഴകിയ ഏത് നട്ട്സാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്? ബദാം, പിസ്ത, കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്. ഉത്തരം കപ്പലണ്ടി. പഴകിയ കപ്പലണ്ടി ആരോഗ്യത്തിന് നല്ലതല്ല. കപ്പലണ്ടിയിൽ വരുന്ന ഫംഗസ് ആസ്പെർജില്ലസ് ഫാമിലിയിൽപ്പെട്ട ഫംഗസാണ്. ഇത് ആൽഫ ടോക്സിൻ എന്ന രാസവസ്തു ഉണ്ടാക്കുന്നു. ഈ കെമിക്കൽ ശരീരത്തിലെത്തിയാൽ കരൾ ക്യാൻസർ ഉണ്ടാവാൻ കാരണമാവുന്നു. യോനിയിൽ നാവ് ചലിപ്പിക്കേണ്ടത് എങ്ങനെ? മുകളിലോട്ട്, താഴോട്ട്, അറ്റത്ത്, വട്ടത്തിൽ. ഉത്തരം വട്ടത്തിൽ. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയ പഴം: പൈനാപ്പിൾ, കിവി, നാരങ്ങ, പേരക്ക. ഉത്തരം പേരയ്ക്ക. 100 ഗ്രാം പേരയ്ക്കയിൽ ഏകദേശം 230 മില്ലിഗ്രാം ആണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്. എല്ലുകൾക്ക് ബലം കിട്ടാൻ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനം: ജീരകം, എള്ള്, കടുക്, ഏലക്ക. ഉത്തരം എള്ള്. ക്ഷയരോഗം ബാധിക്കുന്ന ശരീരഭാഗം: ഓപ്ഷൻസ്: ഹൃദയം, കരൾ, ശ്വാസകോശം, കുടൽ. ഉത്തരം ശ്വാസകോശം. വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്ന അസുഖം: കോളറ, ക്ഷയം, കുഷ്ഠം, മരാസ്മസ്. ഉത്തരം മരാസ്മസ്. യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റി അയക്കുന്ന രാജ്യം: ഇന്ത്യ, അമേരിക്ക, ചൈന, സൗദി. ഉത്തരം ഇന്ത്യ. മൂത്രാശയക്കല്ല് അലിയാൻ സഹായിക്കുന്ന ചെടി: ഓപ്ഷൻസ്: തുളസി, അരളി, തഴുതാമ, പനിക്കൂർക്ക. ഉത്തരം തഴുതാമ. തഴുതാമയുടെ ഇല അരച്ച് 2 നേരം സേവിച്ചാൽ കിഡ്നി പ്രവർത്തനം എളുപ്പത്തിലാവുകയും മൂത്രാശയക്കല്ല് അലിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇണയെ ആകർഷിക്കാനായി തലയിൽ മൂത്രം ഒഴിക്കുന്ന ജീവി: പൂച്ച, പശു, മുട്ടനാട്, കങ്കാരു. ഉത്തരം മുട്ടനാട്. മികച്ച വേദന സംഹാരിയായ പഴം: അവകാഡോ, ലിച്ചി, സ്ട്രോബെറി, ഡ്രാഗൺ ഫ്രൂട്ട്. ഉത്തരം ഡ്രാഗൺ ഫ്രൂട്ട്. മികച്ച ഒരു വേദന സംഹാരി കൂടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതിനാൽ ഇത് പേശികളിലെയും സന്ധികളിലെയും കടുത്ത വേദന ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അലങ്കാര മത്സ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മത്സ്യം: ഗോൾഡൻ ഫിഷ്, ഗപ്പി, ഏഞ്ചൽ ഫിഷ്, ഫൈറ്റർ ഫിഷ്. ഉത്തരം ഏഞ്ചൽ ഫിഷ്.
വിഷാദരോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള പഴം: ആപ്പിൾ, തണ്ണിമത്തൻ, ഓറഞ്ച്, മുന്തിരി. ഉത്തരം തണ്ണിമത്തൻ. കൂടുതൽ അളവിൽ വിറ്റാമിൻ B6 അടങ്ങിയതിനാൽ ഇത് വിഷാദരോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. വീണ്ടും ചൂടാക്കാൻ പാടില്ലാത്ത പച്ചക്കറി: ചീര, വെള്ളരി, കുമ്പളങ്ങ, ക്യാരറ്റ്. ഉത്തരം ചീര. ചീര അല്ലെങ്കിൽ പച്ച ഇലക്കറികൾ വീണ്ടും ചൂടാക്കുന്നത് ഒഴിവാക്കുക. നൈട്രേറ്റ് സമ്പന്നമായ പച്ച ഇലക്കറികൾ വീണ്ടും ചൂടാക്കുമ്പോൾ വിഷമാവും. ചീരയിൽ ഉയർന്ന അളവിൽ ഇരുമ്പടങ്ങിയിട്ടുണ്ട്. അതിനാൽ ചീര പാകം ചെയ്തതിനു ശേഷം വീണ്ടും ചൂടാക്കുന്നത് അതിലെ ഇരുമ്പിൻ്റെ ഓക്സിഡൈസ് ചെയ്യും. ഇരുമ്പിൻ്റെ ഓക്സീകരണം അപകടകരമായ ഫ്രീ റാഡിക്കലുകളെ സൃഷ്ടിക്കും. ഇത് വന്ധ്യത, ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് കാരണമാകും. കറുത്ത മഴ പെയ്യുന്നത് ഏത് ഗ്രഹത്തിലാണ്? വ്യാഴം, ചൊവ്വ, ബുധൻ, ശനി. ഉത്തരം ശനി. തിരുവനന്തപുരത്തിൻ്റെ പഴയ പേര്: ഓടനാട്, ബലിത, അനന്തപുരി, ദേവഗിരി. ഉത്തരം അനന്തപുരി. ഇടിമിന്നലിൻ്റെ നാട് എന്നറിയപ്പെടുന്നത്: ഭൂട്ടാൻ, ജപ്പാൻ, ചൈന, കാനഡ. ഉത്തരം ഭൂട്ടാൻ. ആഗോള കുടുംബ ദിനമായി ആചരിക്കുന്നത്: ജനുവരി 1, ഫെബ്രുവരി 1, മാർച്ച് 1, ഏപ്രിൽ 1. ഉത്തരം ജനുവരി 1. മസിലുകളിൽ ഉണ്ടാകുന്ന വേദന ശമിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ എണ്ണ: ഒലിവെണ്ണ, കടുകെണ്ണ, വെളിച്ചെണ്ണ, ആവണക്കെണ്ണ. ഉത്തരം കടുകെണ്ണ. ഒരാൾക്ക് ഒരു ദിവസം എത്ര തവണ സ്വയംഭോഗം ചെയ്യാം? 3 തവണ, 1 തവണ, 2 തവണ, 5 തവണ. ഉത്തരം 2 തവണ. ആളുകൾക്ക് അനുസരിച്ച് സ്വയംഭോഗം ചെയ്യാൻ പറ്റുന്നതിൻ്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കും. എന്നാൽ അധികമായി ചെയ്യുന്നത് ശരീരത്തിന് ക്ഷീണം, വിഷാദം എന്നിവ ഉണ്ടാക്കും. അത് നമ്മുടെ ഓരോ കാര്യങ്ങളെയും ബാധിക്കാൻ തുടങ്ങും: ജോലി, ബന്ധങ്ങൾ, എല്ലാത്തിലും. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം: ജലദോഷം, മഞ്ഞപ്പിത്തം, പനി, മലേറിയ. ഉത്തരം ജലദോഷം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം: അനീമിയ, ക്യാൻസർ, ക്ഷയം, മന്ത്. ഉത്തരം ക്ഷയം. മധുരം അറിയുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഏത് ഭാഗത്താണ്? ഓപ്ഷൻസ്: മുൻഭാഗം, ഇടതുവശം, വലതുവശം, ഉൾഭാഗം. ഉത്തരം മുൻഭാഗം. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം? ഓപ്ഷൻസ്: ജപ്പാൻ, ചൈന, അമേരിക്ക, ഇന്ത്യ. ഉത്തരം ഇന്ത്യ.